ഹരി ഓം. ദശകം 42, ശ്ലോകം 9. അയേ സുദന്തേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠകഃ. പദച്ഛേദം നോക്കാം. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദം അദ്യ മേ. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമദ്യ മേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുഃ ശ്ലിഷ്യതി ജാതകണ്ഠകഃ. മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠകഃ. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമദ്യ മേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. അന്വയം. അയേ ജഗത്പദേഹേ കൃപാതരംഗപാദാത് അദ്യ പരിപാദം സുതം മേ ദേഹി ഇതി സംഗൃഹ്യ പിതാ ത്വദംഗകം ജാതകണ്ഠകഃ മുഹുർമുഹുഃ ശ്ലിഷ്യതി സ്മ. അയേ ഔ ജഗത്പദേഹേ കൃപാതരംഗപാദാത്, ഭഗവാന്റെ ആ നിലയ്ക്കാത്ത കാരുണ്യത്താൽ അദ്യ പരിപാദം സുതം മേ ദേഹി, ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ, നോക്കട്ടെ എന്നിങ്ങനെ ഇതി സംഗൃഹ്യ പിതാ, എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ആര്? നന്ദഗോപര്. അപ്പോൾ ആ നന്ദഗോപർക്ക് ആ ഉണ്ണിക്കെന്താ സംഭവിച്ചതെന്നുള്ള ഒരു വേവലാതിയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ യശോദയുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണെന്ന് കാണുന്നു. എന്നാലും അച്ഛൻ്റെ ആ ഒരു വികാരമാണ് കാണിക്കുന്നത്. ഭഗവാന്റെ ആ നിലയ്ക്കാത്ത കാരുണ്യം കൊണ്ട് നമുക്ക് ഈ സമയം ആ രക്ഷപ്പെട്ട് കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ, ഞാനൊന്നെടുക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് ത്വദംഗകം ജാതകണ്ഠകഃ മുഹുർമുഹുഃ ശ്ലിഷ്യതി സ്മ, അച്ഛനായ ആ നന്ദഗോപര് നിന്തിരുവടിയുടെ ആ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു. അതാണ് മുഹുർമുഹുഃ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ശ്ലിഷ്യതി സ്മ എന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നുവല്ലോ. ത്വദംഗകം ജാതകണ്ഠകഃ മുഹുർമുഹുഃ ശ്ലിഷ്യതി സ്മ, ആ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു. ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ ഈ സമയം രക്ഷപ്പെട്ടു കിട്ടിയ എൻ്റെ ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ, ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയായ ആ യശോദയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപര് നിന്തിരുവടിയുടെ പിഞ്ചു തിരുമേനി രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നുവല്ലോ. എന്നുവെച്ചാൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ അച്ഛന് പോലും കൊടുക്കത്തില്ല. അവരുടെ കയ്യിലാണ് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്നാണ് അമ്മമാരുടെ ഒരു വിചാരം. അപ്പോൾ അങ്ങനെ ആ ഒരു അവസരത്തിലാണ് നന്ദഗോപര് ഉണ്ണിയെ യശോദയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ചെന്ന് പിടിച്ചെടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ യശോദ കണ്ട ഉടനെ ഇതാ കുഞ്ഞിനെ ഒന്ന് എടുത്തോളൂ, അല്ലെ നിങ്ങളും നോക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ നന്ദഗോപൻ്റെയും ആ ഉള്ളിലുള്ള ആ വികാര തള്ളലാണ് ശരിക്കും ഭട്ടതിരിപ്പാട് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാവണം പിതാവിൻ്റെ ആ ഗാഠാലിംഗനം ആ ഉണ്ണി തിരുമേനിയെ
അറിയാതെ ആ നോവിപ്പിച്ചുവോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാതകണ്ഠക എന്നുള്ള ആ ഒരു ശബ്ദം ഭട്ടതിരിപ്പാട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ, 3 ലോകത്തിൻ്റെയും അധിപതിയായ ജഗതീശ്വരൻ്റെ അനുഗ്രഹത്താൽ സുരക്ഷിതനായിരിക്കുന്ന ഈ ഉണ്ണിയെ എൻ്റെ കയ്യിലേക്കൊന്നു തരിക എന്നു പറഞ്ഞ് യശോദയുടെ കയ്യിൽ നിന്നും നിന്തിരുവടിയെ ഏറ്റുവാങ്ങിയ നന്ദഗോപർ സന്തോഷത്താൽ പുളകിത ഗാത്രനായിട്ട് അങ്ങയെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് നിർവൃതി നേടിയല്ലോ എന്ന്. അയേ സുതന്തേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാതൊദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠകഃ.